ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണോ നിങ്ങളുടെ ലക്ഷ്യം? കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷകൾ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങും. ഉറപ്പായും നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഹാപ്പി ലേണിംഗ്. ക്ലാസസിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആണിത്. ഒന്നാമത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റ് ചില വിഷയങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യമായി ഇന്ത്യയുടെ പുതിയ ഡ്രോൺ പോളിസി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡ്രോൺ എന്ന് വെച്ചാൽ ദേ ആർ നോൺ ആസ് അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഡിഫൻസ്, ലോ എൻഫോഴ്സ്മെന്റ്, സർവേലൻസ്, എമർജൻസി റെസ്പോൺസ് എമംഗ് മെനി. അപ്പോൾ ഈ സർവേലൻസും ഡിഫൻസും എന്ന് പറയുന്നത് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള മേഖലകളാണ്. അവിടെ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് അനധികൃതമായി എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഫേസ് സെക്യൂരിറ്റി ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഡ്രോൺ മുതൽ വളരെ എഫക്റ്റീവായിട്ട് വളരെ ഹൈ കോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രോണുകളായാലും തന്നെ ഇതിനെല്ലാം തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പോളിസി വേണം. സോ ഇതിനെപ്പറ്റി ഇന്ത്യ ഗവൺമെൻറ് ഓൾറെഡി പല പോളിസീസും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇതിനെപ്പറ്റി ചേഞ്ചസ് വരാറുണ്ട്. റീസെൻ്റ്ലി വന്ന ചേഞ്ചസ് അടക്കം നമുക്കൊന്ന് പോകാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ വന്ന ഡ്രോൺ പോളിസി മറ്റൊരു പോളിസികളാണ് റീപ്ലേസ് ചെയ്തത്. ആ റൂൾസ് വന്ന 2021 റൂൾസ് തന്നെയാണ്. അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം റൂൾസ് എന്ന് പറയുന്ന റൂൾസിനെ മാറ്റുന്നതാണ് ഈ പറയുന്ന ന്യൂ ഡ്രോൺ പോളിസീസ്. ആ റൂൾസ് വന്നത് മാർച്ച് 12-നാണ്. സോ അതിനെ മാറ്റം വരുത്തിക്കൊള്ള പോളിസീസാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ് പുതിയ ഡ്രോൺ പോളിസിയിലുള്ളത്. എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പോഴത്തെ ആവശ്യം അനുസരിച്ച് ഈ പറയുന്ന അപ്രൂവൽ ഫോർ യുണീക്ക് ഓതറൈസേഷൻ നമ്പർ, ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഓതറൈസേഷൻ നമ്പറിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ യുണീക്ക് പ്രോട്ടോടൈപ്പ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് എയർ വർത്തിനെസ്, അല്ലെങ്കിൽ ഈ പറയുന്ന വേറൊരു സർട്ടിഫിക്കറ്റ് കൺഫർമൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് മെയിൻ്റനൻസ്, അക്സെപ്റ്റൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്രോൺസ് ഓപ്പറേറ്റർ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദേ ഹാവ് ബീൻ അബോളിഷ്ഡ്. അപ്പോൾ ഈ ഉള്ള സർട്ടിഫിക്കേഷൻസ് വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ റൂൾസിന് ലിബറലൈസ്ഡ് റൂൾസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റുഡൻസിനാണെങ്കിൽ റിമോട്ട് പൈലറ്റ് ലൈസൻസിൻ്റെ ആവശ്യമില്ല. പൈലറ്റ് ഇൻസ്ട്രക്ടർ ഓതറൈസേഷൻ ഇതൊന്നും തന്നെ വേണ്ട. പിന്നെ ഡ്രോൺ പോർട്ട് ഓതറൈസേഷൻ ഇതൊക്കെ മുന്നേ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ ഇനി മുതൽ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം സെക്യൂരിറ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടെങ്കിൽ താനും അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ലിബറലൈസ് ചെയ്യുന്നതോടുകൂടി ഡ്രോൺസിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ പറ്റും വിത്തൗട്ട് മച്ച് റെസ്ട്രിക്ഷൻസ്. ന്യൂ റൂൾസ് ഓൾസോ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഫോംസ്. 25 ഫോം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5 ഫോമിലേക്ക് കുറയ്ക്കുകയുണ്ടായി. ഫീസ് 72 മുതൽ 4 കുറയ്ക്കുകയുണ്ടായി. ഫീ ഫോർ എ റിമോട്ട് പൈലറ്റ് ലൈസൻസ് ഹാവ് ബീൻ റെഡ്യൂസ് ഫ്രം ₹3,000 to ₹100 ഫോർ ഓൾ കാറ്റഗറീസ് ഓഫ് ഡ്രോൺസ്. 10 വർഷം വരെയാണ് ഈ പറയുന്ന പൈലറ്റ് ലൈസൻസ് ഡ്രോണിന് കിട്ടുന്നത്. 3000 ആയിരുന്നു, അത് 100 രൂപയാക്കി. അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വരാം. അതുപോലെ പൈലറ്റിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് 10 years ആണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയല്ല, ഇതിന് 10 വർഷമാണ് വാലിഡിറ്റി. പിന്നെ എന്താണ് ഈ ഡ്രോൺസ് റിയൽ ടൈം ട്രാക്കിംഗ്, ബീക്കോൺ, ജിയോ ഫെൻസിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം വിൽ ബി ഡെവലപ്ഡ്. അതായത് ഡിജിറ്റൽ സിഗ്നൽസോടുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നു. അതെന്തിനാണ്? ഈ ഡ്രോൺസിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉയർത്താനായിട്ട്. അപ്പോൾ ഇത് കൂടി ഒന്നും ജസ്റ്റ് അറിഞ്ഞ് ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ചെയ്യണം എന്ന് കൂടി ഈ ഡ്രോൺ പോളിസീസിൽ പറയുന്നു. അപ്പോൾ നമ്മളിത് ഒരു ന്യൂട്രൽ ഐഡിയ എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഡ്രോൺ പോളിസി മൊത്തത്തിൽ ലിബറലൈസ് ചെയ്തിട്ട് ഡ്രോൺസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ യൂസേജസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആപ്ലിക്കേഷൻ ലെവൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യാൻ കൂടി ഈ പറയുന്ന ഡ്രോൺ പോളിസീസിലുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പൈലറ്റ് ലൈസൻസ് ഒക്കെ ചോദിക്കാം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജിയോഗ്രഫി ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളുടെ സ്റ്റേറ്റ് അഫയേഴ്സിൽ, സെൻട്രൽ സ്റ്റേറ്റ് അഫയേഴ്സിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഗൂർഖാലാൻഡ് എന്ന് പറയും. ഗൂർഖാലാൻഡ് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നേപ്പാളി സ്പീക്കിംഗ് പീപ്പിൾ ഓഫ് ഡാർജിലിംഗ്, കലിംപോങ്, കുർസോങ് ആൻഡ് അതർ ഹില്ലി ഡിസ്ട്രിക്ട്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക്
അവർക്കൊരു എന്താണ് ആ ഒരു ഏരിയ അവരുടെ സെപ്പറേറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അവരുടെ ആവശ്യം, അതിനെ അവർ പേര് ഇടുന്നത് ഗൂർഖാലാൻഡ് എന്നാണ്. സോ ദ പീപ്പിൾ ബിലോങ് ദിസ് ഏരിയാസ് ദേ ഹാവ് എത്തിക്കൽ കൾച്ചറൽ ലാംഗ്വേജ് ഡിഫറൻസസ് വിത്ത് ദ ബംഗാളി കമ്മ്യൂണിറ്റി. അത് എന്തെന്നാൽ അവർ വളരെ വ്യത്യസ്തമായിട്ടാണ് ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ലാൻഡ് വേണമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യണം. വെസ്റ്റ് ബംഗാളിന്റെ ഇത്രയും ഭാഗങ്ങൾ ഗൂർഖാലാൻഡ് എന്ന രീതിയിൽ അവിടെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഈ നേപ്പാളി സ്പീക്കിംഗ് പീപ്പിൾ ഓഫ് ഹില്ലി ഡിസ്ട്രിക്ട്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഗൂർഖാലാൻഡ് എന്താണെന്ന് ചോദിക്കാം. വെസ്റ്റ് ബംഗാളിന്റെ മുകൾ വശത്തുള്ള ഹില്ലി ഏരിയാസ് ആണെന്ന് ചോദിക്കാം. നമുക്കിവിടെ കാണാമല്ലേ, നേപ്പാളുണ്ട്, ഇവിടെ സിക്കിം, ഭൂട്ടാൻ, ഈ പറയുന്ന ഏരിയ ബംഗ്ലാദേശാണ്. ഇതെല്ലാം തന്നെ വെസ്റ്റ് ബംഗാളിലാണ്. അതിൽ തന്നെ ഡാർജിലിംഗ്, കലിംപോങ്, ഈ പറയുന്ന ചാൽസ, നാഗർകട്ട എന്ന് പറയുന്ന ഹില്ലി റീജിയൻസ് ആണ് അവർ ഗൂർഖാലാൻഡിന് വേണ്ടി ചോദിക്കുന്നത്. People of these areas have cultural language difference Bengali compared to West Bengal. Demand of ഡാർജിലിംഗ് ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആക്കണമെന്ന് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തത് 1907 സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഡാർജിലിംഗ് ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗൂർഖാലാൻഡ് എന്ന് പറയുന്ന നാമം ചെയ്തത് സുഭാഷ് ജിസിംഗ് ആണ് 1980s. ഇദ്ദേഹമാണ് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് GNLF ഇതിന്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് സുഭാഷ് ജിസിംഗ്. സോ ഇതിനെപ്പറ്റിയുള്ള ചോദ്യം സുഭാഷ് ജിസിംഗിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ വേറൊരു എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഈ ഏരിയക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്? ദ ഏരിയ കവേഴ്സ് ഡുവേഴ്സ് ആൻഡ് ടെറായ് റീജിയൻ ഓഫ് വെസ്റ്റ് ബംഗാൾ ആൻഡ് ഇറ്റ്സ് ഫേമസ് ഫോർ ഇറ്റ്സ് ടീ പ്ലാന്റേഷൻസ് വളരെയധികം ഫേമസ് ആയി. ഡാർജിലിംഗ് ടീ നമുക്കറിയാം. അതേപോലെ തന്നെ ബ്യൂട്ടി, എസ്തെറ്റിക് സെൻസ് എന്ന അർത്ഥത്തിൽ ഈ പറയുന്ന ബ്യൂട്ടിനെസ് എന്ന അർത്ഥത്തിൽ നമുക്ക് എന്താണ് സോഴ്സ് ഓഫ് ഇൻകം ആണ്, ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടി ആ പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളിൽ ഈ ഒരു ഏരിയ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻകം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ആയാലും ഈ പറയുന്ന ഗൂർഖാലാൻഡിന് വേണ്ടി ശബ്ദിക്കുന്നവരും തമ്മിൽ നിരന്തരം തർക്കമാണ്. ഇതിന്റെ ഒരു മധ്യസ്ഥയിൽ നിൽക്കാൻ മാത്രമേ നമുക്ക് യൂണിയൻ ഹോം മിനിസ്ട്രിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ യൂണിയൻ ഹോം മിനിസ്ട്രി എന്താണ് ട്രൈ പാർഷേ ടോക്സ് നടത്തി. ആരുമായിട്ട്? ഗൂർഖ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് GNLFന്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഗൂർഖ റെപ്രസെൻറ്റേറ്റീവ്സും ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് വെസ്റ്റ് ബംഗാളും മൂന്ന് കക്ഷി അല്ലെ ട്രിപാർഷേ എന്ന് പറയുന്നതാണ്. മൂന്ന് കക്ഷികളായിട്ടുള്ള സംസാരം, അതായത് അവരുടെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നടന്ന October 12, 2021. അപ്പോൾ അന്നത്തെ ഒരു കറണ്ട് ഇവന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗൂർഖാലാൻഡിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. 1907 ഈ പറയുന്ന ആദ്യമായ ഒരു ശബ്ദം വന്നത് ഡാർജിലിംഗ് ആക്കണമെന്ന്. പിന്നെ ഗൂർഖാലാൻഡ് എന്താണെന്ന് അറിയണം. നേപ്പാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഉള്ള പീപ്പിളാണ്. എവിടെയാണെന്ന് അറിയണം. അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണം. എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വെസ്റ്റ് ബംഗാളിൽ എന്താണ് പ്രശ്നം? ഈ പറയുന്ന ഏരിയ ടീ പ്ലാന്റേഷൻസിനും ഈ പറയുന്ന ടൂറിസം അട്രാക്ഷനും വളരെയധികം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. അതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഇത് വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഗൂർഖാലാൻഡിനെ പറ്റി നമുക്ക് അറിയേണ്ടത്. അടുത്തത് ദീപാർ ബീൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, റാംസാർ സൈറ്റാണ്. ആസാമിലെ ഏക റാംസാർ സൈറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ദീപാർ ബീൽ എന്ന് പറയുന്നത്. ഒരു പെർമനന്റ് ആൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ആസാമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ ആണ്. ഒരുപാട് വളരെ റെയറായിട്ട് കാണുന്ന ബേർഡ് സ്പീഷീസ് ഒക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ദീപാർ ബീൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് ചോദിക്കാം. അത് ആസാമിലാണ്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്സ് ഓൺലി റാംസാർ സൈറ്റ്. ഇറ്റ് ഈസ് ഓൾസോ ഹോം ടു വൈൽഡ് ഏഷ്യൻ എലിഫൻസ്, ലെപ്പാർഡ്, ജംഗിൾ കാറ്റ് ആൻഡ് ദ പ്രൊട്ടക്റ്റഡ് ബാർക്കിംഗ് ഡിയർ, പോർക്യുപൈൻ, ഇങ്ങനെയുള്ള പല മൃഗങ്ങളും അവിടെ കാണാം. സോ ഇറ്റ് ഈസ് എ വെരി എസെൻഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ പറയുന്ന ദീപാർ ബീൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി നോട്ടിഫൈ ചെയ്യുന്നത്. സോ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി. അതുകൂടി മനസ്സിലാക്കുക. ഈ വെറ്റ്ലാൻഡിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമ്മർ സീസണിൽ 30 കിലോമീറ്റേഴ്സ് ഇറ്റ് ലൈക്ക് എക്സ്പാൻഡ് ആൻഡ് റെഡ്യൂസസ് ടു 10 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഇൻ ദ വിന്റർ. വളരെ 20 കിലോമീറ്റർ ഡിഫറൻസസ് ഉണ്ട് എക്സ്പാൻഷനിൽ. സോ അതുകൂടി മനസ്സിലാക്കുക. ദീപാർ ബീൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാമിലാണ്. ഇറ്റ്സ് ഓൺലി സ്റ്റേറ്റ്സ് റാംസാർ സൈറ്റ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ. ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിന് നമുക്കിവിടെ കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വളരെ റെയർ ആയിട്ടുള്ള ആനിമൽസിന് നമുക്കിവിടെ വിസിബിൾ ആണ്. കൺസർവ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ദേ നോട്ടിഫൈഡ് ഇറ്റ് ആൻഡ് ഫൈനലി ഇറ്റ് വാസ് ആക്സെപ്റ്റഡ് ആസ് ദ റാംസാർ സൈറ്റ്. റാംസാർ സൈറ്റുകൾ അറിഞ്ഞിരിക്കണം. വെറ്റ്ലാൻഡ്സ് ആണ് പൊതുവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാംസാർ സൈറ്റ്സ്. വെറ്റ്ലാൻഡ്സ് പൊതുവേ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ ആണ്. ലോകത്തെമ്പാടും തന്നെ അതിൻ്റെ കൺസർവേഷൻ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ നമുക്ക് വെറ്റ്ലാൻഡ് നശിക്കുകയാണെങ്കിൽ നമുക്ക് വി കനോട്ട് ബ്രിങ് ഇറ്റ് ബാക്ക്. അപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ റാംസാർ സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ്
ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റാംസാർ സൈറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബിക്കോസ് റാംസാർ സൈറ്റിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വളരെ ഹയർ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് ലഭിക്കുകയും ഈ പറയുന്ന ഗവൺമെൻറ് പോളിസീസൊക്കെ അതിന് ഭാഗമായിട്ട് നിൽക്കുകയും കൺസർവേഷനെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പോർട്സിൽ നിന്നുള്ളൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ്. സോ ലോറെ വേൾഡ് സ്പോർട്സ് അവാർഡ്സ് സെവിൽ എന്ന സ്ഥലത്താണ് നടക്കുന്നത്. അവാർഡ്സ് are presented to honor individuals and teams who have achieved in sports throughout the year. ഇപ്പോൾ 2021-2020 ആ ഒരു വർഷത്തിൽ ഏറ്റവും എല്ലാ മേഖലയിലും ശോഭിച്ച എല്ലാ കായിക താരങ്ങൾക്കുമാണ് ഈ കൊടുക്കുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999 ബൈ ലോറെ സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ. ദിസ് ഇയർ, ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. അവാർഡ് ഫോർ ആക്ഷൻ സ്പോർട്സ്. ആക്ഷൻ സ്പോർട്സ് ഇനത്തിൽ അവാർഡ് കൊടുത്തില്ല ഈ വർഷം. ബാക്കി എല്ലാ ഇനങ്ങളിലും അവരെല്ലാ വർഷം കൊടുക്കുന്നത് കൊടുത്തു. ആക്ഷൻ സ്പോർട്സ് എന്ന ഇനത്തിൽ മാത്രം ഈ വർഷം കൊടുത്തില്ല. അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ലോറെ സ്പോർട്സ് അവാർഡ്സ്. നവോമി ഒസാക്ക ടെന്നീസ് പ്ലെയർ ആണ്, ജപ്പാനീസ് ആണ്. ഷീ വൺ ദ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ. സോ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ ലോറെ വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയത് നവോമി ഒസാക്കയാണ്. റാഫേൽ നദാൽ സ്പെയിനിന്റെ ടെന്നീസ് താരം, അദ്ദേഹം സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് നേടി. ബില്ലി ജീൻ കിങ് USA ടെന്നീസ് താരം ലൈഫ് ടൈം അച്ചീവ്മെന്റിന് അർഹനായി. FC ബയോൺ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ്, FC മീൻസ് ഫുട്ബോൾ ക്ലബ് ബയോൺ, അവരാണ് ടീം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാട്രിക് മഹോമസ് അമേരിക്കൻ ഫുട്ബോൾ USA ദേ വൺ ടു ദ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ. ഇങ്ങനെ ഓരോ മേഖലകളുണ്ട്. അതനുസരിച്ച് വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ മാക്സ് പാരറ്റ് സ്നോ ബോർഡിംഗ് ആയിട്ടുള്ള ചാമ്പ്യനാണ്, കാനഡയിൽ ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിനാണ് വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ കിട്ടിയത്. സ്പോർട്ട് ഫോർ ഗുഡ് കിക്ക് ഫോർ മോർ ബൈ കിക്ക് ഫെയർ. ഈ പറയുന്നത് ജർമ്മനിയിലെ ഒരു സ്ട്രീറ്റ് ഫുട്ബോളാണ്. ഇവർ ഈ പറയുന്ന ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട്, റേഷ്യൽ ആയിട്ടുള്ള അബ്യൂസസ് ഒക്കെ കളയാനായിട്ടും അതിൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ എല്ലാ തരത്തിലും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രീറ്റ് ഫുട്ബോളിന് വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നേറിയതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിക്ക് ഫോർ മോർ ബൈ കിക്ക് ഫെയർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്പോർട്ട് ഫോർ ഗുഡ് അവാർഡ് നേടിയത്. സ്പോർട്ടിംഗ് ഇൻസ്പിറേഷൻ അവാർഡ് നേടിയത് എമ്മോ സല, ഫുട്ബോൾ പ്ലെയർ, ലിവർപൂളും ഈജിപ്ത്. അടുത്തതായിട്ട് ലൂയിസ് ഹാമിൽട്ടൺ, ഫോർമുല 1, ഹി വൺ ദ അത്ലറ്റിക് അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ. ഈ ഒരു പുരസ്കാരമാണ് ലൂയിസ് ഹാമിൽട്ടനെ തേടിയെത്തിയത്. ഇത് നേരത്തെ പറഞ്ഞാണ് വേൾഡ് സ്പോർട്സ് അവാർഡ് ആക്ഷൻ സ്പോർട്സിന്റെ ഭാഗമായിട്ടുള്ള അവാർഡ് ഈ വർഷം കൊടുക്കുകയുണ്ടായില്ല. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യാസ് ഫസ്റ്റ് ലേബർ മ്യൂസിയം ആലപ്പുഴയിൽ വരുന്നു. ആദ്യത്തെ ഇന്ത്യയുടെ തന്നെ ലേബർ മ്യൂസിയം വരുന്നത് ആലപ്പുഴയിലാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Is going to be launched in the Alappuzha district of Kerala. The museum, which is being launched at the Houseboat Tourism Hub, showcase the history of the world labor movement. ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ലേബർ മൂവ്മെന്റിന്റെയും ഹിസ്റ്ററിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മ്യൂസിയമാണ് ഇന്ത്യസ് ഫസ്റ്റ് ലേബർ മൂവ്മെന്റ് മ്യൂസിയം, coming up in Alappuzha. This museum will feature a huge repository of documents shaping the movements. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡോക്യുമെന്റ്സിന്റെ. ലോകത്ത് തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റ്സ്, ലേബറിന്റെ ഭാഗമായിട്ട് നടന്ന മൂവ്മെന്റ്സിന്റെ ഒരു റെപ്പോസിറ്ററി, ഒരു ഇൻവെന്ററി തന്നെ അവിടെയുണ്ട്. ഇറ്റ് ഓൾസോ ഫീച്ചർ ദ എക്സിബിറ്റ്സ് ദാറ്റ് ഷേപ്പ് ദ ലേബർ മൂവ്മെന്റ്സ് അക്രോസ് ഇന്ത്യ ഇൻ ആലപ്പുഴ. സോ നമുക്ക് ഇവിടുന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം, ആലപ്പുഴ ഈസ് നോൺ ആസ് ദ ക്രേഡിൽ ഓഫ് ദ ലേബർ മൂവ്മെന്റ് ഇൻ ദ കൺട്രി. അത് എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ആലപ്പുഴയിലാണ് ഈ പറഞ്ഞ മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ്സൈഡ് ദ പോർട്ട് ആൻഡ് ക്വയർ മ്യൂസിയംസ്. ഓക്കെ, ഈ ഒരു മ്യൂസിയംസിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ മ്യൂസിയം വരുന്നത്. It displays the rich maritime heritage of the town. It is the first window in the country based on the class struggle and spirited fight of the workers. The New Model Cooperative Society Limited, ഈ പറയുന്ന ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞ ലേബർ മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇത്രയും കാരണം വളരെ ചെറിയ കാര്യങ്ങളാണ് ഉള്ളത്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം ജനുവരിയിലാണ് ഇതിൻ്റെ ന്യൂസ് വരുന്നത്. ഈ വർഷം തന്നെ അത് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. സോ എനിവേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് ഇവൻ്റ് ആണ്. അടുത്തത് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ടാറ്റ ട്രസ്റ്റ്, സെൻറ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ്, ഈ റൈറ്റ്സിന് വേണ്ടി നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസ്, ദക്ഷ്, വിധി സെൻറ്റർ ഫോർ ലീഗൽ പോളിസി, ദ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ്, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2020 പുറത്തിറക്കിയത്. ഈ റിപ്പോർട്ട് അസസ് ചെയ്യുന്ന എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ് ടു ഡെലിവർ ജസ്റ്റിസ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എത്രത്തോളം എഫക്റ്റീവായിട്ട് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലിപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവും, ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാവും, ഇക്വാളിറ്റീസ്, എല്ലാ തരത്തിലുള്ള ജസ്റ്റിസും
കൊടുക്കുന്നുണ്ടോ എന്നാണ് ഈ പറയുന്ന റിപ്പോർട്ട് നോക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദിസ് റിപ്പോർട്ട് അനലൈസ്ഡ് എക്സ്പെൻഡിച്ചർ, വേക്കൻസീസ്, representation of women, human resources, infrastructure, workload, diversity across 18 large and medium-sized states with a population over 1 crore and 7 small states. അപ്പോൾ 7 ചെറിയ സംസ്ഥാനങ്ങളും 18 വലിയ സംസ്ഥാനങ്ങളും മീഡിയം സൈസ്ഡ് സ്റ്റേറ്റ്സ്, ഇതെല്ലാം തന്നെ പോപ്പുലേഷൻ 1 കോടിക്ക് മേലെ എന്ന അർത്ഥത്തിലാണ് ഈ സ്റ്റേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ജസ്റ്റിസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഓവറോൾ റാങ്കിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിന്റെ റാങ്കിങ് അക്രോസ് ദ 4 പില്ലേഴ്സ് ഓഫ് ജസ്റ്റിസ് ഡെലിവറി. ഏതൊക്കെയാണ്? ജുഡീഷ്യറി നോക്കും, പോലീസ് ഫോഴ്സസിന്റെ എഫക്റ്റീവ്നെസ് നോക്കും, പ്രസൻസ് എത്രത്തോളം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ ലീഗൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നോക്കും. മഹാരാഷ്ട്ര വാസ് റാങ്ക് ദ ടോപ്പ് മോസ്റ്റ് among the 18 states for the second time in a row, followed by തമിഴ്നാടു ആൻഡ് തെലങ്കാന. ഉത്തർപ്രദേശാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന റിപ്പോർട്ടിൽ ഏറ്റവും താഴെ പോയത് ഉത്തർപ്രദേശാണ്. എമംഗ്സ് ദ സ്മോളർ സ്റ്റേറ്റ്സ് ഗോവയാണ് ടോപ്പിൽ വന്നത്, അരുണാചൽ പ്രദേശ്. 7 സ്മോൾ സ്റ്റേറ്റ്സ് അല്ല, അതിൽ ഗോവ ഏറ്റവും മുകളിലും അരുണാചൽ പ്രദേശ് ഏറ്റവും താഴെയുമാണ് വന്നത്. ബീഹാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ലീഡ്സ് സ്റ്റേറ്റ്സ് ഓഫ് 25 സ്റ്റേറ്റ്സ് ഫോർ എംപ്ലോയിങ് മോസ്റ്റ് വിമൻ ഇൻ ഇറ്റ്സ് പോലീസ് ഫോഴ്സ്. ഏറ്റവും അധികം പോലീസ് ഫോഴ്സിൽ വിമനെ എൻകറേജ് ചെയ്യും, അവർക്ക് ഒരവസരം കൊടുത്തതുമായിട്ടുള്ള സ്റ്റേറ്റാണ് ബീഹാർ. കർണാടക is only state to meet its quota for SC/ST and OBC in both office cadre and constabulary. അപ്പോൾ എല്ലാ മേഖലയിലും SC/STയുടെ സംവരണം മാക്സിമം യൂസ് ചെയ്ത് എല്ലാവരെയും ആ സ്ഥാനത്ത് എത്തിക്കുക, അതായത് അവരുടെ അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച സംസ്ഥാനം, ഈ ഒരു ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച സംസ്ഥാനം എന്ന നിലയ്ക്ക് കർണാടകയ്ക്കാണ് ആ ഒരു ബഹുമതി കിട്ടിയത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോവിഡ് വാക്സിൻസും പിൽസും. ഇപ്പോൾ നിലവിൽ ഏതൊക്കെ വാക്സിൻസ് ആണ് ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്? പുതുതായിട്ട് കോർബേവാക്സും കോവോവാക്സ്. കോർബേവാക്സ് എന്ന ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് RBD പ്രോട്ടീൻ സബ് യൂണിറ്റ് വാക്സിൻ. RBD പ്രോട്ടീൻ സബ് യൂണിറ്റ് വാക്സിൻ ആണെന്ന് ചോദിക്കാം. ദാറ്റ് ഇസ് എ കോർബേവാക്സ്. അത് ഡെവലപ്പ് ചെയ്ത് ഹൈദരാബാദ് ബേസ്ഡ് ബയോളജിക്കൽ എന്ന സ്ഥാപനമാണ് കോർബേവാക്സ് ഡെവലപ്പ് ചെയ്തത്. കോവോവാക്സ് എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾ വാക്സിൻ ആണ്. അതിൽ മാനുഫാക്ചർ ചെയ്തത് പൂനെ ബേസ്ഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഈ 2 വാക്സിൻസും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO ആണ് അപ്രൂവ് ചെയ്യുന്നത്. ഇനി വേറൊരു വൈറൽ ഡ്രഗ് കൂടിയാണ് മൊൽനുപെരിവാർ എന്ന് പറയും. ദാറ്റ് ഈസ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ എമർജൻസി സിറ്റുവേഷൻ. അതൊരു ടാബ്ലറ്റ് ആണ്. അത് ഈ പറയുന്ന അഡൽട്സിന് മാത്രം കൊടുക്കുന്ന, എമർജൻസി സിറ്റുവേഷന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയുന്നുള്ളൂ. അത് ഈ കോവിഡ് വാക്സിൻസിനെ പുറമേ നിന്ന് നശിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുകയും, പക്ഷേ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷന് മാത്രമേ കൊടുക്കാവുള്ളൂ. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന മൊൽനുപെരിവാർ എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷന് മാത്രം ഉപയോഗിക്കാവുള്ളൂ. കോർബേവാക്സും കോവോവാക്സുമാണ് വാക്സിൻസ് റീസെൻ്റ്ലി അപ്രൂവ് ചെയ്തത്. The number of COVID-19 vaccines for usage in India has now increased to 8. അപ്പോൾ 8 വാക്സിൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവിഷീൽഡ്, ഭാരത് ബയോടെക്സ് കോവാക്സിൻ, സിഡസ് കാറ്റലാസിൻ്റെ സൈക്കോവിഡ്, റഷ്യയുടെ സ്പുട്നിക് 5, US മെയ്ഡ് മൊഡേണ, പിന്നെ ജോൺസൺ ആൻഡ് ജോൺസൺസ് വാക്സിൻ എഗെയിൻ US മെയ്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാക്സിനേഷനിൽ റീസെൻ്റ്ലി വന്നത്. കോവിഡിൻ്റെ ന്യൂസ് അല്ലെങ്കിൽ കോവിഡിൻ്റെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള കറണ്ട് അഫയേഴ്സും റീസെൻ്റ്ലി നടന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മറ്റു ചില വിഷയങ്ങളോടുകൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണോ നിങ്ങളുടെ ലക്ഷ്യം? കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷകൾ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങും. ഉറപ്പായും നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഹാപ്പി ലേണിംഗ്.